സ്വാഗതം ടോപ് 10ലേക്ക്. ചെറുത്തുനിൽപ്പിന്റെ, പോരാട്ടത്തിന്റെ, പ്രതിഷേധത്തിന്റെ, കാലഘട്ടങ്ങളുടെ അനിവാര്യതയുടെ ചുരുക്കെഴുത്താണ് ആ രണ്ട് സ്നേഹാക്ഷരങ്ങൾ. VS. തലമുറകളുടെ ആവേശം, നിലപാടിന്റെ ആൾരൂപം, മടക്കയാത്രയിലാണ്. തുടക്കമിട്ട മണ്ണിലേക്ക്, ജന്മനാട്ടിലേക്ക് മാറ്റങ്ങളുടെ കാരണക്കാരനായി. ഒരു നോക്ക് കാണാനായി കാത്തുനിന്നവരിലേറെയും ഇന്നലകളിലെ കേരളത്തെ ചരിത്രമായി മാത്രം അറിഞ്ഞവരാണ്. ഒരു നോക്കിലൂടെ, വാക്കിലൂടെ അവരൊക്കെയും ഒരു യുഗത്തിന് സാക്ഷികളാകുന്നു. ഓർമ്മകളിൽ അനശ്വരമാകട്ടെ ആ സഫല ജീവിതം, സമർപ്പിത ജീവിതം. നോക്കാം ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ. VSന് ആയിരങ്ങളുടെ ഹൃദയാഞ്ജലി. വിലാപയാത്രയായി ജന്മനാടായ ആലപ്പുഴയിലേക്ക്. പ്രിയ സഖാവിനെ ഒരു നോക്ക് കാണാൻ വഴിനീളെ ജനസാഗരം. 8 മണിക്കൂർ പിന്നിട്ടത് 24 കിലോമീറ്റർ മാത്രം. സമരസൂര്യനെ കാത്ത് ജന്മനാട്. സംസ്കാരം നാളെ വൈകിട്ട് 4 മണിയോടെ ആലപ്പുഴ വലിയ ചൂടുകാട്ടി. ജില്ലാ കമ്മിറ്റി ഓഫീസിലും റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനം. ആലപ്പുഴ ജില്ലയിൽ നാളെ പൊതു അവധി. VSന് വേദനയോടെ വിട നൽകി തലസ്ഥാന നഗരം. ദർബാർ ഹാളിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് 10,000. ജഗ്ദീപ് ധൻകർ ഉപരാഷ്ട്രപതി പദം രാജിവെച്ചതിനു പിന്നാലെ പകരക്കാരനുള്ള ചർച്ചകൾ സജീവം. രാഷ്ട്രപതി അംഗീകരിച്ചു. രാഷ്ട്രപതിയെ കണ്ട രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷ് നാരായൺ സിംഗ്. ഇന്ത്യൻ കരസേനയ്ക്ക് കരുത്തേകാൻ അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളെത്തി. ചരിത്ര നിമിഷമെന്ന സേന. 3 ഹെലികോപ്റ്ററുകളെത്തിയത് 15 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ. കൈക്കൂലി കേസിൽ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്ത് വിജിലൻസ്. തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും തുടർ നടപടിയിലേക്ക് ഉടൻ കടക്കുമെന്നും വിജിലൻസ് റേഞ്ച് SP S ശശിധരൻ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35B തിരികെ പറന്നു. വിമാനം തിരുവനന്തപുരത്ത് ഇറക്കിയത് സാങ്കേതിക തകരാറുകളെ തുടർന്ന്. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ടെസ്റ്റിന് നാളെ മാഞ്ചസ്റ്ററിൽ തുടക്കം. പരമ്പര നഷ്ടമാകാതിരിക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യം. ബാറ്റിംഗ് ഓർഡറിലെ അസ്ഥിരതയും താരങ്ങളുടെ പരിക്കും ടീമിന് വെല്ലുവിളി. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ മരണം. മരിച്ചത് അട്ടപ്പാടി ചീരക്കടവ് സ്വദേശി വെള്ളിങ്കിരി. കാട്ടാന ആക്രമിച്ചത് പശുവിനെ മേയ്ക്കാൻ പോയപ്പോൾ. സ്റ്റോറി ഓഫ് ദി ഡേ. ഓർമ്മകൾക്കൊപ്പം ആ സ്നേഹ സമ്മാനവും. തലമുറകൾക്കാവേശമായ ഊർജം പകർന്ന VS തൻ്റെ സമരജീവിത പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച ആലപ്പുഴയുടെ മണ്ണിലേക്ക് മടങ്ങുകയാണ്. സമരഭരിത നാളുകളിൽ VSൽ നിറഞ്ഞു തുളുമ്പിയ വിപ്ലവവീര്യം മുദ്രാവാക്യങ്ങളായി വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന അണികളിലൂടെ അങ്ങനെ മുഴങ്ങിക്കേൾക്കുകയാണ്. ആയിരങ്ങളുടെ ഹൃദയാഞ്ജലികൾ ഏറ്റുവാങ്ങി തന്നെ അറിയുന്നവരുടെ നടുവിലൂടെ സ്വയം അറിയാതെ VS നടത്തുന്ന ആദ്യത്തെയും അവസാനത്തെയും യാത്രയാണിത്.
അൻഫിൽ ഡിസൂസയും കെ പ്രശാന്തും അജയ്നാഥും സുധീഷ് കുമാറും ചേരുകയാണ്. ആദ്യം അൻഫിൽ ഡിസൂസയിലേക്ക്. അൻഫിൽട്ട്, സമയമേറെ കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ ദൂരം അത്ര താണ്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വിലാപയാത്ര എവിടെ എത്തി? VSന്റെ വിലാപയാത്ര, VS എന്ന വിപ്ലവ സൂര്യന്റെ വിലാപയാത്ര വഹിച്ചുകൊണ്ടുള്ള ജനസഞ്ചയത്തിന് നടുവിലൂടെയാണ് നമ്മൾ നീങ്ങുന്നത്. 8 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ദർബാർ ഹാളിൽ നിന്ന് VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്ര 2 മണിക്ക് ദർബാർ ഹാളിൽ നിന്ന് പുറപ്പെട്ടതാണ്. 8 മണിക്കൂർ പിന്നിടുമ്പോൾ വെറും ഈ ആറ്റിങ്ങൽ പോലും എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര തന്നെ ജനസഞ്ചയത്തിന് നടുവിലൂടെയാണ് VSന്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള ആ നടുവിലൂടെ വളരെ മന്ദഗതിയിലൂടെ മാത്രമാണ് ഇതിന് നടുവിലൂടെ കാരണം അത്രയേറെ ജനങ്ങളാണ് ഈ മഴയത്ത് പോലും. ചെറിയ മഴയുണ്ടായിരുന്നു, ആ ചാറ്റൽ മഴയത്ത് പോലും മഴയോ ഈ ഏറെ വൈകിയ ഈ രാത്രി വേളയോ ഒന്നും തന്നെ ഒരു തടസ്സമില്ലാതെ ആപാലവൃത്തം ജനങ്ങൾ VSന്റെ മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ച് VSന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആറ്റിങ്ങലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം VSന്റെ ഭൗതികദേഹം ആറ്റിങ്ങൽ എത്തുന്നേ ഉള്ളൂ. ഇപ്പോൾ അത് ചെമ്പകശ്ശേരി കടന്നിരിക്കുകയാണ്. ചെമ്പകശ്ശേരി കടന്ന് ആറ്റിങ്ങലിലേക്ക് വരുന്നു. ആറ്റിങ്ങൽ നമുക്കറിയാം വിപ്ലവങ്ങളുടെ നാടാണ്, ചരിത്രമെന്ന മണ്ണാണ്, ചരിത്രമെന്ന ഭൂമിയാണ്, വിപ്ലവങ്ങളുടെ നാട്ടിലൂടെയാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഈ ചരിത്രഭൂമിയിലൂടെയാണ് വിപ്ലവസൂര്യനായ VSന്റെ ഭൗതിക ശരീരം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കണ്ടവിടെയാണ് VSന് VSന്റെ ഭൗതികദേഹം വിലാപയാത്ര ആറ്റിങ്ങലിലേക്ക് എത്തുന്നു. ആ വീണ്ടും VSന്റെ അവസാനം കാണാൻ കഴിയുന്ന ആ നിമിഷം അടുക്കുമ്പോൾ കണ്ടറിയാണ് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആറ്റുകളായിക്കോട്ടെ ഈ ചരിത്രമുടങ്ങുന്ന ആറ്റുകൾ രാജ്യത്ത് തന്നെ സ്വാതന്ത്ര്യ സമരം സമയം മുതൽ തന്നെ ഈ ആറ്റുകളുടെ ചരിത്രം നമുക്കറിയാം. ഈ ബ്രിട്ടീഷുകാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ രാജ്യത്താദ്യമായി സമരവും വിപ്ലവവും നടത്തിയ ആറ്റുകളിലെ മണ്ണാണ്. ചരിത്രമുടങ്ങുന്ന സമരങ്ങളുടെ ചരിത്രം പറയുന്നൊരു മണ്ണാണ്. അവിടെയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമര പോരാളിയുടെ ആറ്റിങ്ങലിലെ മണ്ണാണ്. ചരിത്രമുറങ്ങുന്ന സമരങ്ങളുടെ ചരിത്രം പറയുന്നൊരു മണ്ണാണ്. അവിടെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സമര പോരാളിയുടെ ഭൗതികദേഹം വഹിച്ചുകൊണ്ട് ഈ ആറ്റിങ്ങലെ രണഭൂമിയിലൂടെ ചരിത്രമുറങ്ങുന്ന മണ്ണിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ VSനെ അവസാനമായി ഒരു നോക്ക് കണ്ട് VSനെ അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഈ ജനസാഗരം സഞ്ചയത്തിൽ തഴുകി എങ്ങനെ VS നിശ്ചലനായ VS ഈ പടനായകൻ ഈ രണഭൂമിയിൽ ഈ പടഭൂമിയിൽ നിന്ന് പോകുന്നു. ഇവിടെ നമ്മൾ നേരത്തേക്ക് കണ്ട് ഈ ഈ ഓരോ സമയത്ത്, അതായത് ഭൗതികദേഹം ദർബാർ ഹാളിൽ നിന്ന് എടുത്ത് ജംഗ്ഷനിൽ എത്തുമ്പോഴത്തേക്ക് വലിയ നഗരാതിർത്തി പിന്നിട്ട് ഓരോ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിലുള്ള ജനസാഗരമാണ്. പിന്നീട് അങ്ങോട്ട് VSന്റെ ആ പാർട്ടിയുടെ അണികളുടെയൊക്കെ വലിയ രീതിയിൽ മംഗലപുരം തുടങ്ങി മംഗലപുരം ചെമ്പകനാട് ചെമ്പകശ്ശേരി കഴിഞ്ഞു ആറ്റുകളിലേക്ക് എത്തുമ്പോൾ ഇനി ഈ ജനപ്രവാഹത്തെ എങ്ങനെ നിയന്ത്രിക്കുമെന്നാണ്. അത് തന്നെയാണ് ഇവിടെ തന്നെ VSന്റെ ഈ വഴികൾ പോലും അത്രയേറെ ജനവിപുലമായി നിൽക്കുകയാണ്. ഇവിടെ VSന്റെ ഒരു നോക്കാണ് കുഞ്ഞുങ്ങൾ മുതൽ ആവാലവൃത്തം ജനങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇനി ഈ ആറ്റുങ്ങൾ മുതൽ അങ്ങോട്ട് പോകുമ്പോൾ വലിയ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. എങ്ങനെ ആവാലവൃത്തം ജനങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇനി ഈ ആറ്റുങ്ങൾ മുതൽ അങ്ങോട്ട് പോകുമ്പോൾ വലിയ ദൗത്യം തന്നെയാണ്. എങ്ങനെ അങ്ങനെ കേന്ദ്രദാസയുടെ ഭാഗങ്ങളിലൊക്കെ പോലീസിന്റെ ഒരു നിയന്ത്രണത്തിലായിരുന്നുവെങ്കിലും ഇപ്പോൾ വിലാപയാത്ര നിയന്ത്രിക്കുന്നത് ഡ്രഗ് വോളണ്ടിയർമാരാണ്. കാരണം ഇനി അവർക്ക് മാത്രമേ കഴിയുള്ളൂ. അത്രയേറെ ജനങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവരെ വാഹനങ്ങൾ മുന്നോട്ട് പോകുക എന്ന് കടന്നു വരാറാകുന്നു. മണിക്കൂറുകളായി ഇവിടെ കാട്ടുകയാണ് ജനങ്ങൾ. ഓരോരുത്തരും VSനെ അവസാനമായി കണ്ട് ഒന്നായി അഭിവാദ്യം അർപ്പിക്കാനായിട്ട് മണിക്കൂറുകളെ കാത്തുനിൽക്കുന്ന ഓരോരുത്തരും പലപ്പോഴും നമ്മൾ കണ്ടതാണ്. 1 മണിക്കും 2 മണി മുതലേ ഇവിടെ കാത്തു നിൽക്കുന്ന ജനങ്ങളുടെ ഒരു വികാരം നമുക്ക് കാണാം. ഇവരുടെ കയ്യിൽ പൂക്കളുമായി റീസുമായി ഒക്കെ തന്നെ VSന് രക്തഹാരം അണിയിക്കാനായി VSന്റെ ഹാരമണിക്കാൻ കാത്തു നിൽക്കുകയാണ്. ഇവിടെ ഈ കണ്ടമിടൽ മുദ്രാവാക്യം വിളിക്കുന്നത് ആറ്റുകൾ ഈ ആറ്റുകളൊക്കെ അങ്ങോട്ട് പോകുമ്പോഴും എന്തിനാണ് ഈ പാരിപ്പള്ളി കഴിഞ്ഞ് കൊല്ലത്തിലേക്ക് പോകുമ്പോൾ ഒരിക്കലും നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെ അപ്പുറത്തായിരിക്കും ഈ ജനസാഗരം നടത്തി യാതൊരു സംശയവുമില്ല. അത് നമുക്ക് ഈ കാണാൻ തുടങ്ങുകയാണ്. കാരണം ഇവിടെ ആറ്റുകൾ എങ്ങനെയാണ് ശരി അൻഫിൽട്ട് സൂചിപ്പിച്ചതുപോലെ വിലാപയാത്ര തുടങ്ങി 8 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും
ആറ്റിങ്ങൽ പോലും എത്തിയിട്ടില്ല, തിരുവനന്തപുരം കഴിഞ്ഞിട്ടില്ല, ജില്ല വിട്ടിട്ടില്ല എന്നുള്ളത് എത്രത്തോളം ജനങ്ങൾ അദ്ദേഹത്തെ കാത്തുനിന്നു എന്നതിന് തെളിവ് തന്നെയാണ്. കെ പ്രശാന്ത് കൂടി ഒരു അവസരത്തിൽ ചേരുകയാണ്. പ്രശാന്ത്, സാധാരണക്കാരൻ്റെ നീതിക്കും ന്യായത്തിനു വേണ്ടി ഇതുപോലെ ഇടപെട്ട മറ്റൊരു നേതാവ് ഉണ്ടാകില്ല. രാഷ്ട്രീയ പ്രവർത്തനം ശരികൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാക്കിയവരിലെ അവസാന കണ്ണികളിൽ ഒരാളാണ് അദ്ദേഹം. എത്ര തലമുറകൾക്കാണ് PS ഊർജം പകർന്നതെന്ന് മനസ്സിലാക്കി തരികയല്ലേ ഈ തടിച്ചുകൂടിയിരിക്കുന്ന ജനക്കൂട്ടം? ശ്രീജ, അങ്ങനെ തന്നെയാണ്. VS എന്ന നേതാവിനെ എത്രത്തോളം മലയാളികൾ, കേരളത്തിലെ ജനത ഏറ്റെടുത്തു എന്നുള്ളതിന്റെ ഒരു നേർസാക്ഷ്യമായി തന്നെ നമുക്ക് ഇതിനെ വിലയിരുത്താം. ഇപ്പോഴും നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ 8.25 മണിക്കൂർ പിന്നിടുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നിന്ന് VSന്റെ ചേതനയറ്റ ശരീരവും വഹിച്ചുള്ള വിലാപയാത്ര ആരംഭിച്ചിട്ട് ഇപ്പോഴും ആറ്റിങ്ങലിലേക്ക്, അതായത് തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയിലേക്ക് പോലും വാഹനവ്യൂഹം എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഇനിയും മണിക്കൂറുകളെടുക്കും ആറ്റിങ്ങലും കഴിഞ്ഞ് തിരുവനന്തപുരത്തിന്റെ അതിർത്തി കടന്ന് കൊല്ലത്തേക്ക് കടക്കാൻ എന്നുള്ളതാണ്. കാരണം അത്രയധികം ജനക്കൂട്ടം ആറ്റിങ്ങൽ ഇപ്പം മാമം മാത്രമാണ് കഴിഞ്ഞത്. ഇനിയിപ്പോൾ അടുത്ത ജംഗ്ഷൻ എന്ന് പറയുന്ന ആറ്റിങ്ങൽ 2 സ്ഥലത്താണ് VSനെ കാണാനായി സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അവിടെ വലിയ രീതിയിലുള്ള ഒരു ജനസഞ്ചയം തന്നെ അവിടെ ഉണ്ടെന്ന് അൽഫ്രഡിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. സ്വാഭാവികമായും നമ്മൾ കഴക്കൂട്ടത്ത് കണ്ടതാണ്. ഒരുപക്ഷെ ദർബാർ ഹാളിൽ നിന്ന് എടുത്ത ശേഷം ഏറ്റവും അധികം ജനസഞ്ചയം ഉണ്ടായത് കഴക്കൂട്ടത്താണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യത്തിൽ ഇനിയുള്ള മണിക്കൂറുകളിലും സമാനമായ രീതിയിൽ തന്നെയായിരിക്കും. ഇപ്പോൾ മണി 10 കഴിഞ്ഞിരിക്കുന്നു, 10:15 അതുകൊണ്ട് തന്നെ എത്ര രാത്രിയായാലും VSനെ അവസാനമായി കണ്ടേ മടങ്ങൂ എന്ന നിലപാടിലേക്ക്, അത്തരം തീരുമാനത്തിലേക്ക് തന്നെയാണ് ഈ ജനക്കൂട്ടം എത്തി നിൽക്കുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളുടെയും നയങ്ങളുടെയൊക്കെ തന്നെ പ്രധാന ഭാഗം തന്നെയാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സാധാരണക്കാരനെ ചേർത്ത് നിർത്തി അവരോട് ചേർന്ന് നിന്ന നേതാവുണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഓരോ മനുഷ്യനും പറയാനുള്ളത് മുഴുവൻ കേട്ടുകൊണ്ടാണ് അദ്ദേഹം അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. VS ഒരു കർക്കശക്കാരനായ പാർട്ടി സെക്രട്ടറി ആയിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു ഒരു ഘട്ടത്തിലൊക്കെ. പിന്നീട് അവിടെ നിന്ന് തന്റെ സമീപനമെല്ലാം മാറ്റുന്നതും മയപ്പെടുത്തുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ നിന്നാണ് VS എന്ന ജനകീയ നേതാവിന്റെ ഉദയമുണ്ടാകുന്നത്. പിന്നീട് ഇങ്ങോട്ട് VSനൊരു തിരിഞ്ഞു നോക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. കാരണം അത്രയധികം മലയാളികൾ കേരളക്കര VSനെ ഏറ്റെടുത്തിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ സംവിധാനത്തിന്റെ ആകെ തന്നെ ഒരു മുഖമായി VSനെ അവതരിപ്പിക്കാൻ CPMന് കഴിഞ്ഞു എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ പറയുമ്പോഴും പല ഘട്ടങ്ങളിലും CPMുമായി കലഹിക്കുന്ന VSനെയും നമ്മൾ കണ്ടതാണ്. പക്ഷെ അപ്പോഴൊന്നും തന്റെ നിലപാടുകളിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏറ്റവും നിർണായക ഘട്ടങ്ങളിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി VS തനിക്ക് എതിരെ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് അത്തരം നിലപാടുകൾ മുന്നോട്ട് വെച്ചത്. അതിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള കുറ്റബോധമോ പിന്നോട്ട് പോക്കോ VSന് തോന്നിയില്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. നിർണായക നീക്കങ്ങൾ നടക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചും വലിയ നിർണായക നീക്കങ്ങൾ നടക്കുന്ന സമയത്ത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന, മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകൾ VS മുന്നോട്ട് വെച്ചു എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ നമുക്ക് ആറ്റിങ്ങലിലേക്ക് ഈ വാഹനവ്യൂഹം കടക്കുന്നതിന്റെ ഒരു തുടക്കം തന്നെയാണ്. ഈ 3 മുക്ക് എന്ന് പറയുന്നത് ആറ്റിങ്ങലിന്റെ ഒരു ഭാഗം തന്നെയാണ്. ആ 3 മുക്കിലേക്കാണ് ഇപ്പോൾ വാഹനവ്യൂഹം എത്തിയിട്ടുള്ളത്. അവിടെ നിരവധിയായ ആളുകളാണ് VSനെ അവസാനമായി കാണാൻ ഇപ്പോൾ ആ വാഹനത്തിന് സമീപത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വലിയ ക്രമീകരണങ്ങൾ റെഡ് വാളണ്ടിയർമാരുടെ ഒരു നീണ്ട നിര തന്നെ ഈ വാഹനവ്യൂഹം നിയന്ത്രിച്ചുകൊണ്ട് ഇതിനോടൊപ്പം തന്നെയുണ്ട്. നമ്മുടെ ഈ ക്യാമറ മറ്റു സംവിധാനങ്ങളെല്ലാം ഈ വ്യൂഹത്തിനൊപ്പമാണ് സഞ്ചരിക്കുന്നത്. അതിന് തൊട്ട് മുൻപിലായി CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാഹനമാണ്. അതിന് ഈ വാഹനത്തിൽ, അതായത് VSന്റെ ചേതനയേറ്റ ശരീരം വഹിച്ചുകൊണ്ടുള്ള KSRTCയുടെ പ്രത്യേക ബസ്സിലുള്ളത് MV ജയരാജൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ദിനേശൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്, VSന്റെ കുടുംബാംഗങ്ങളുണ്ട്. ആ MV ജയരാജൻ അടക്കമുള്ള ആളുകളാണ് ആ വാഹനവ്യൂഹത്തെ പൂർണ്ണമായി നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇനി VSന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലേക്കും നിലപാടുകളിലേക്കും വന്നു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിലും VS തന്റെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോയില്ല. മാത്രമല്ല, സാധാരണക്കാരനെ ചേർത്ത് നിർത്താൻ VSന് പ്രാപ്തനാക്കിയത് തന്റെ ശൈശവകാലം മുതൽ അദ്ദേഹം അനുഭവിച്ച യാതനകളും കഷ്ടതകളും ഒക്കെ തന്നെയാണ് എന്നും VS പറഞ്ഞത് തന്നെയാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും തരത്തിൽ ഭക്ഷ്യക്ഷാമമടക്കം അന്നം കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ VS പറയുമായിരുന്നു അന്നത്തിന് മാത്രമേ മുടക്കമുണ്ടായിരുന്നുള്ളൂ, അന്നം കിട്ടില്ലായിരുന്നു. പക്ഷേ അപ്പോഴും തനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ അന്നമേ മുടക്കുണ്ടായിരുന്നു
ഉണ്ടായിരുന്നുള്ളൂ. ഉന്നം കൃത്യമായിരുന്നു എന്നുള്ളതാണ്. VS-ന്റെ ലക്ഷ്യവും അത് തന്നെയായിരുന്നു. താഴേക്കിടയിലുള്ള സാധാരണ ജനവിഭാഗങ്ങളെ, പട്ടിണിപ്പാവങ്ങളെ, കർഷക തൊഴിലാളികളെ, മറ്റ് കയർ തൊഴിലാളികളെ, മത്സ്യത്തൊഴിലാളികളെ ഇവരെയൊക്കെ തന്നെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു. ആലപ്പുഴ കർഷക തൊഴിലാളികളുടെ ഈറ്റില്ലമാണ്. അവിടെ നിന്ന് ഓരോ ജനവിഭാഗത്തെയും സംഘടിപ്പിച്ചുകൊണ്ട് അവരെ രാഷ്ട്രീയത്തിന്റെ, സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ VS എടുത്ത തന്റെ ജീവിതം, ആ ജീവിതം ഒഴിഞ്ഞുവെച്ചത് അതിനുവേണ്ടി തന്നെയാണ്. പി കൃഷ്ണപിള്ളയെ VS പരിചയപ്പെടുമ്പോൾ VS-ന്റെ ചടുലമായിരുന്ന നീക്കങ്ങൾ കണ്ടെത്തിയത് എല്ലാം തന്നെ ഇത്തരം ഒരു നീക്കങ്ങളുടെ ഭാഗമാണ്. അവിടെ നിന്ന് കൃഷ്ണപിള്ളയാണ് VS-ലെ ആ കത്തിജ്വലിക്കുന്ന സമരയുവരത്തെ തിരിച്ചറിയുന്നത്. പ്രശാന്ത്, ഞാൻ ഇടപെടുകയാണ്. VS-ന്റെ ഭാര്യ ഇപ്പോൾ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രശാന്ത് തുടരാം. ശ്രീജ, VS-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമെന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ അവരെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു ഘട്ടത്തിലും വലിയ തരത്തിലുള്ള പ്രതിസന്ധികളോട്, പാർട്ടി ഉയർത്തുന്ന വെല്ലുവിളികളോട് അദ്ദേഹം സന്ധി ചെയ്തില്ല. അതിനെയൊക്കെ എതിരിട്ട് തന്നെ തന്റെ നിലപാടുകൾ ഇതാണ്. സാധാരണക്കാരന് വേണ്ടി ശബ്ദിക്കാനാണ് താൻ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായതെന്ന് VS വിളിച്ചു പറഞ്ഞു. സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ നേതാവാണ്. അവിടെ നിന്ന് പിന്നീട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് 1940-ൽ അതിന്റെ ഭാഗമായി മാറുകയും ഒക്കെ ചെയ്തത്. കൃഷ്ണപിള്ളയാണ് VS-ലെ നേതാവിനെ കണ്ടറിയുന്നതും. ശരി പ്രശാന്ത്, എന്തായാലും VS-നെ കാത്തു നിൽക്കുകയാണ് ഒരു വലിയ ജനക്കൂട്ടം. വഴിനീളം നമ്മളത് കണ്ടു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തിരുവനന്തപുരം ജില്ല വിട്ടിട്ടില്ല. അദ്ദേഹത്തെ കാത്ത് ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. കൊല്ലത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സുധീഷ് കുമാർ കൂടി ചേരുകയാണ്. സുധീഷ്, എന്നും കൊല്ലംകാർക്ക് ഉയിരും ഉശിരുമായിരുന്നു VS. തിരുത്തലുകളിലൂടെ പാർട്ടി അച്ചടക്കത്തിന്റെ ചട്ടക്കൂട് ഭേദിച്ച് VS നിന്നപ്പോഴൊക്കെ കൊല്ലം കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ സ്ഥാനമാനങ്ങൾ നഷ്ടമായ കൊല്ലത്തെ പാർട്ടി പ്രവർത്തകർ ഒക്കെ ഏറെയുണ്ട് നമുക്കറിയാം. കൊല്ലത്ത് ആളുകൾ കാത്തു നിൽക്കുകയാണോ? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും ശ്രീജ, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ചിന്നക്കട ബസ് ബേയിലാണ്. ഇത് ഇപ്പോൾ VS-ന്റെ ഭൗതിക ശരീരം എത്തിയിരിക്കുന്ന ആറ്റിങ്ങലിൽ നിന്ന് ഒരു 38 കിലോമീറ്റർ ഇപ്പുറത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അതായത് ചിന്നക്കട ബസ് ബേയിൽ പ്രധാനമായും കൊല്ലത്ത് 8 ഇടങ്ങളിലാണ് ഈ അന്ത്യോപചാരാഞ്ജലി അർപ്പിക്കുന്നതിനുള്ളൊരു സംവിധാനങ്ങൾ പാർട്ടി ഒരുക്കിയിട്ടുള്ളത്. ജില്ലയുടെ അതിർത്തിയായ പാരിപ്പള്ളി, തുടർന്ന് ചാത്തന്നൂർ, കൊട്ടിയം, ഞാനിപ്പോൾ നിൽക്കുന്ന ചിന്നക്കട ബസ് ബേ, കാവനാട്, ചവറ, കരുനാഗപ്പള്ളി, ഓച്ചിറ എന്നീ 8 ഇടങ്ങളിലാണ് പ്രധാനമായും ഈ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ CPM ജില്ലാ നേതൃത്വം ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ചിന്നക്കടയിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഏറെ നേരമായി ഇത്തരത്തിൽ VS-നെ അവസാനമായി കാണാൻ ഒരു വലിയ ജനസഞ്ചയം തന്നെ ഇവിടെ കൂടിയിട്ടുണ്ട്. അത് പാർട്ടിയിലെ ജില്ലയിലെ മുതിർന്ന നേതാക്കളുണ്ട്. ഒപ്പം തന്നെ ജില്ലയിലെ പാർട്ടിയുടെ പ്രധാന മുഖങ്ങളും ഒക്കെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഇതിൽ പ്രായഭേദമന്യേ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഏറെ സമയമായി ഇവിടെ തങ്ങളുടെ പ്രിയ നേതാവിനെ, പ്രിയ സഖാവിനെ അവസാനമായി കാണുന്നതിനും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു വിപുലമായ സൗകര്യങ്ങളാണ് ഇതിന് ഇവിടെ അല്പനേരം ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമൊക്കെയുള്ള ഒരുക്കങ്ങൾക്കും മറ്റുമായി ഒരു വിപുലമായ സൗകര്യങ്ങളും ഈ ജില്ലാ CPM നേതൃത്വം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത്. ജില്ലയിലെ മുതിർന്ന CPM നേതാക്കളൊക്കെ തന്നെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് കിടക്കേണ്ടതുണ്ട്. നമസ്കാരം സഖാവേ, എങ്ങനെ അനുസ്മരിക്കുന്നു? ശബ്ദത്തിൽ പറയാൻ പറ്റുമോ? VS കേരളത്തിലെ സാധാരണക്കാരുടെ ഒരു വികാരമാണ്. VS ഇടപെടുന്ന മേഖലകൾ, അത് തൊഴിലാളി മേഖലകളാണെങ്കിലും സാധാരണക്കാരുടെ ഏത് വിഭാഗത്തിൻ്റെ ജീവിത പ്രശ്നങ്ങളാണെങ്കിലും, കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തൊഴിലാളി ജില്ലയാണ്. കയർ, കശുവണ്ടി, മത്സ്യം, കശുവണ്ടി മേഖലയിലെ വലിയ അവഗണന കശുവണ്ടി തൊഴിലാളി അനുഭവിച്ചിരുന്ന സമയത്താണ് ജില്ലയിലെ പാർട്ടിയാകെ സജ്ജമാക്കിക്കൊണ്ട് ആ സമരം ഏറ്റെടുത്ത് ഉജ്ജ്വലമായ മുന്നേറ്റം കശുവണ്ടി മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അത് ജില്ലയുടെ ബലാബലത്തിൽ തന്നെ CPM-ന് അനുകൂലമായ മാറ്റമുണ്ടാക്കിയ സമരമാണത്. ഇത്തരത്തിലൊരു വലിയ മാറ്റം പിന്നീട് സാമൂഹ്യ പ്രശ്നങ്ങളിൽ സാധാരണ ജനങ്ങളുടെ പക്ഷത്തു നിന്നുള്ള ഇടപെടൽ, അത് ജനങ്ങളിൽ വലിയ സ്വാധീനമാണ് VS-ൻ്റെ അത്തരം പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്ത്രീ പ്രശ്നങ്ങളാണെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങളാണെങ്കിലും എന്ന് മാത്രമല്ല ആധുനിക IT മേഖലയിൽ പോലും സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന ആശയം
മൈക്രോസോഫ്റ്റ് ആധിപത്യം ചെലുത്തുന്ന കാലത്താണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന ചിന്ത വരുന്നത്. അതിനുവേണ്ടി VS എടുത്തിട്ടുള്ളൊരു മുൻകൈ ഇന്ന് കേരളം ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ്. ഇത്തരത്തിൽ സമസ്ത മേഖലയിലും VS കൈതൊടുന്ന മേഖലയിലെല്ലാം അതിശക്തമായ മുന്നേറ്റമുണ്ടാക്കാൻ ജനഹൃദയങ്ങളിൽ VSന് സ്ഥാനം ഉണ്ടാകാൻ കഴിയുന്ന തരത്തിൽ ജനം ഒരിക്കലും മറക്കാത്തൊരു നേതൃത്വമായി ജനത്തിൻ്റെ മുന്നിൽ VS ഉയർന്നു വന്നത് ജനപക്ഷത്ത് നിന്നുള്ള VSൻ്റെ പോരാട്ടങ്ങളാണ്. തീർച്ചയായും അതുതന്നെയാണ് ശ്രീജ. ജില്ലയിൽ നിന്നുള്ള ജില്ലയിലെ പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ അവസാനമായ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു. അദ്ദേഹം ഇവിടെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ആറ്റിങ്ങൽ എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 38 കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ ചിന്നക്കട ബസ് ബേ ഉള്ളത്. ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് മേഴ്സിക്കുട്ടി അമ്മയാണ്. ഇപ്പോൾ കുരിപ്പുഴ ശ്രീകുമാറുണ്ട്. അനുസ്മരിക്കുന്നു നേതാവിനെ, പ്രിയ നേതാവ്. വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സജീവമായിട്ട് ഉണ്ടായിരുന്ന കാലത്ത് VS കേരളീയ സമൂഹത്തിന് നൽകിയ ഒരു ആവേശത്തിൻ്റെ 100 ഇരട്ടിയാണ്. തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. പുതിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുരിക്കാത്തതാണ് എന്റെ യൗവനം. VSനെ അവസാനമായി സ്വീകരിക്കാൻ വേലിക്കകത്ത് വീടും കുടുംബവും നാട്ടുകാരും ഒക്കെ കാത്തു നിൽക്കുകയാണ്. ഏറെ പ്രിയപ്പെട്ട വീട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം ചേതനയറ്റ ജനനായകൻ എത്തുമ്പോൾ നാടും നഗരവും അദ്ദേഹത്തിന് വിട ചൊല്ലാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. അജയ് നാഥ് ചേരുകയാണ്. അജയ്, VS തൻ്റെ സമര ജീവിത പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച ആലപ്പുഴ മണ്ണിലേക്കുള്ള യാത്രയിലാണ്. VS എത്തുമ്പോഴൊക്കെ പരാതികളും പരിഭവങ്ങളും ഒക്കെയായ ആളുകൾ എത്തിയിരുന്ന വേലിക്കകത്ത് വീട്ടിൽ പരാതികളില്ലാതെ നിറകണ്ണുകളോടെ അവർ കാത്തു നിൽക്കുകയല്ലേ? ശ്രീജ, തീർച്ചയായും വലിയ വികാരനിർഭരമായ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. VSൻ്റെ ചേതനയേറ്റ ശരീരം ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ വളരെ ഹൃദയവികാരത്തോടു കൂടിയാണ് ഇവിടുത്തെ ജനങ്ങളാകെ തന്നെ സ്വീകരിക്കാനും വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. ഉച്ച മുതൽ തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയിരുന്നു. ഇപ്പോൾ കണ്ണേ കേരള VS ഇല്ല മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യത്താൽ മുഖരിതമാണ് VSൻ്റെ വേലിക്കകത്ത് വീട്. അല്പം മുമ്പാണ് VSൻ്റെ ഭാര്യ, ജീവിത പങ്കാളി കൂടിയായ വസുമതി, ഒപ്പം മകൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയത്. VSനെ അവസാനമായി ഇവിടെ പൊതുദർശനത്തിന് വേണ്ടി തയ്യാറാക്കുന്ന മൊബൈൽ മോർച്ചർ ഉൾപ്പെടെ എല്ലാം സജ്ജീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. CPM നേതാക്കളായ CS സുജാത, G സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, വൈക്കം MLA CK ആശ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നു. വലിയ ജനാവലി തന്നെ ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വളരെ വികാരനിർഭരമായി VSനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി ആലപ്പുഴ കാത്തു നിൽക്കുകയാണ്. അത് വിലാപയാത്രയുടെ ഓരോ ഘട്ടത്തിലും വിലാപയാത്രയുടെ ഓരോ ചലനങ്ങളും അക്ഷമരായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. VSൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടം കൂടിയാണ് വേലിക്കകത്ത് വീട് എന്നുള്ളതും ഇങ്ങോട്ടേക്കുള്ള VSൻ്റെ വരവ്, അവസാന യാത്ര അല്ലെങ്കിൽ അന്ത്യയാത്ര എന്നുള്ളതും ഏറെ വികാരനിർഭരമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇടതടവില്ലാതെ മുദ്രാവാക്യം വിളികളുമായി ആലപ്പുഴയുടെ പ്രിയപുത്രൻ ജനനായകൻ VSനെ അവസാനമായി ഒരു നോക്ക് കാണുവാനും VSന് അന്തിമ ഉപചാരം അർപ്പിക്കുവാനും ആയിരങ്ങളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ, പൊതുദർശനവുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. നാളെ നിലവിൽ ഇവിടെ എത്തിയതിന് ശേഷം അല്പസമയം വീടിനുള്ളിൽ VSൻ്റെ ഭൗതികദേഹം വെക്കും. അതിനുശേഷം പ്രത്യേകം തയ്യാറാക്കിയ ഇടത്തായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. എന്തായാലും വലിയ ജനക്കൂട്ടം, കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നു. അതിൽ പാർട്ടി പ്രവർത്തകരുണ്ട്, പ്രായഭേദമന്യേ കുട്ടികളുണ്ട്, പ്രായം ചെന്നവരുണ്ട്, VSൻ്റെ സമര കാലഘട്ടത്തിൽ അല്ലെങ്കിൽ VSനെ അടുത്തറിയാവുന്നവരുണ്ട്, VSൻ്റെ കാലഘട്ടത്തിൽ VSനെ പരിചയമില്ലാത്ത പുതിയ തലമുറ പോലും VSന് അവസാനമായി അന്ത്യയാത്ര നൽകുവാൻ ഇങ്ങോട്ടേക്ക് എത്തുന്ന സാഹചര്യം കൂടിയുള്ള വളരെ വികാരനിർഭരമായ നിമിഷത്തിലൂടെയാണ് ആലപ്പുഴ കടന്നു പോകുന്നത്. ആലപ്പുഴയെ സംബന്ധിച്ചും മുൻപ് സൂചിപ്പിച്ചതോടെ തന്നെ ഈ ആലപ്പുഴയാണ് VSലെ വിപ്ലവ പോരാളിയെ വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഇടം കൂടിയാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ നിന്നാണ്
പി കൃഷ്ണപിള്ള ഈ VS-ലെ വിപ്ലവ പോരാളിയെ കണ്ടെത്തുന്നതും VS-നെ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് 17-ാം വയസ്സിൽ എത്തിക്കുന്നതും അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ സമര പോരാട്ടത്തിലൂടെ വളർന്നു വന്ന ജനനായകൻ കൂടിയാണ് VS-നെ അത്രമേൽ ചേർത്ത് വെക്കുകയാണ് ആലപ്പുഴ എന്നുള്ളതുകൂടിയാണ് ഏറ്റവും പ്രധാന കാര്യം. നിരവധിയായ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. മറ്റ് ജില്ലകളിൽ നിന്ന്, കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ, പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ VS-നെ സ്നേഹിക്കുന്ന ജനങ്ങൾ എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഏറ്റവും വികാരനിർഭരമായ നിമിഷങ്ങൾക്കാണ് വേലിക്കകത്ത് വീട് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപ് സൂചിപ്പിച്ചു, VS-ന് അത്രമേൽ പ്രിയങ്കരമായ ഇടമായിരുന്നു. 2019-ലാണ് അവസാനമായി VS ഈ വീട്ടിൽ എത്തിച്ചേരുന്നത്. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടം കൂടിയാണ് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഏത് തിരക്കിനിടയിലും വർഷത്തിൽ 2 തവണ ഇവിടെ എത്താൻ VS പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ആ വീട്ടിലേക്ക് അവസാനമായി VS-ൻ്റെ പ്രിയപ്പെട്ട ഇടമായ വേലിക്കകത്ത് വീട്ടിലേക്ക് അവസാനമായി ചേതനയേറ്റ ശരീരമായി VS എത്തുമ്പോൾ ആ VS-നെ ഒരു നോക്ക് കാണുവാൻ, VS-ന് അന്തിമോപചാരമർപ്പിക്കുവാൻ, VS-ൻ്റെ സമര പോരാട്ട കാലഘട്ടത്തിൻ്റെ VS മലയാളത്തിന് സമ്മാനിച്ച, കേരളത്തിന് സമ്മാനിച്ച, ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ പോരാട്ട ഭൂമിക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ പകരം വെക്കാനില്ലാത്ത പോരാട്ടങ്ങൾക്ക് ഏറ്റവും ഹൃദയഭേദകമായി നന്ദി പറയുന്ന, അല്ലെങ്കിൽ അതിന് അന്തിമോപചാരം വെക്കുന്ന ഏറ്റവും വികാരനിർഭരമായ നിമിഷങ്ങൾ അല്പമണിക്കൂറുകൾക്കുള്ളിൽ ഉണ്ടാകും എന്നുള്ളതും ജനക്കൂട്ടത്തെ കൂടുതൽ ഇങ്ങോട്ടേക്ക് എത്തുവാനുള്ള VS-നെ അവസാനമായി സ്വീകരിക്കാൻ വേലിക്കകത്ത വീടും കുടുംബവും നാട്ടുകാരൊന്നടങ്കവും VS-ന് പ്രിയപ്പെട്ടവരേറെയും കാത്തു നിൽക്കുകയാണ്. വിവരം നൽകുകയായിരുന്നു, തത്സമയ വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു അജയ്നാഥ്. മുൻ മുഖ്യമന്ത്രിയും പ്രിയ നേതാവുമായ VS അച്യുതാനന്ദന് തലസ്ഥാന നഗരി ഏറെ സ്നേഹത്തോടെ വിട നൽകി. പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് അന്തിമോപചാരമർപ്പിക്കാൻ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. ജനബാഹുല്യം കൊണ്ട് മണിക്കൂറുകളെടുത്താണ് VS-ന്റെ വിലാപയാത്ര നഗരം വിട്ടത്. തിരുവനന്തപുരം കുന്നുകുഴിയിലെ VS-ന്റെ വസതിയിൽ നിന്നും രാവിലെ 9 മണിയോടെ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ എത്തിച്ച ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരമർപ്പിക്കാൻ ആയിരങ്ങളാണ് കാത്തുനിന്നത്. അധികാരപ്രൗഢിയോടെ VS എത്തിയ സെക്രട്ടേറിയറ്റിലേക്ക് നിശ്ചലനായി വീണ്ടും എത്തുമ്പോൾ അന്തരീക്ഷത്തിൽ മുദ്രാവാക്യങ്ങൾ അലയടിച്ചു. ഭരണപ്രതിപക്ഷ നേതാക്കൾ കൂടാതെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ദർബാർ ഹാളിലെത്തി VS-ന് അന്തിമോപചാരം അർപ്പിച്ചു. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലും ഇല്ലാതെ ആ നിലപാടുകൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചിരുന്ന, കൃത്യമായിട്ടുള്ള നിലപാടുകൾ കാത്തുസൂക്ഷിച്ചിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യബോധം അതൊരു ഒരു ഒരു പ്രത്യേകത തന്നെയാണ്. VS-ന് സമം VS മാത്രമേ ഉള്ളൂ. അതുല്യനാണ് അദ്ദേഹം. 5 മണിക്കൂറോളം നീണ്ട പൊതുദർശനത്തിൽ ജീവനക്കാരും സാധാരണക്കാരുമായ ആയിരങ്ങളാണ് മണിക്കൂറുകൾ കാത്തുനിന്ന് VS-ന് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. പോലീസിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ദർബാർ ഹാളിലെ പൊതുദർശനം പൂർത്തിയായത്. 2:30 സെക്രട്ടേറിയറ്റിനോട് VS വിട പറയുമ്പോൾ അന്തരീക്ഷം വീണ്ടും മുദ്രാവാക്യമുഖരിതമായി. നഗരത്തിന്റെ തെരുവീഥികളിൽ പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ 10,000-ങ്ങളാണ് കാത്തുനിന്നത്. മണിക്കൂറുകളെടുത്താണ് VS-ന്റെ വിലാപയാത്ര നഗരം പിന്നിട്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തലസ്ഥാനത്ത് കണ്ടത് ജനസാഗരം. തെരുവീഥികളിൽ അലയടിച്ച മുദ്രാവാക്യങ്ങളിൽ അവർ ഓർത്തെടുത്തത് തങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒപ്പം നിന്ന പ്രിയ സഖാവിനെയാണ്. സാധാരണക്കാരന്റെ കണ്ണും കരളുമായ VS-നി ജനഹൃദയങ്ങളിൽ ജീവിക്കും. 101-ന്റെ സമരത്തിളക്കം ആയിരങ്ങളിലേക്ക് പകർന്നു നൽകിയുള്ള മടക്കം. 1 നൂറ്റാണ്ട് പിന്നിട്ട സമരപോരാളി സാധാരണക്കാരന്റെ പ്രതീക്ഷയായിരുന്നു. അങ്ങനെ ആശയറ്റവന്റെ പ്രതീക്ഷയായി VS എത്തിയ അനേകം സന്ദർഭങ്ങൾ. അവയെല്ലാം കേരളത്തിന്റെ കഴിഞ്ഞകാല ചരിത്രത്തിന്റെ ഭാഗമാണ്. പ്രാണനിൽ പടർന്ന ഇരുട്ടിൽ നിസ്സഹായിയായി നിന്ന വേളയിൽ ആശ്വാസത്തിന്റെ കരസ്പർശമായിരുന്ന പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യങ്ങളെന്ന്
KK രമ ഫേസ്ബുക്കിൽ കുറിച്ചതും അതുകൊണ്ട് തന്നെ. നിലപാടുകളുടെ ഒറ്റമരമായിരുന്ന VS-നെ അതിലേറെ ഹൃദയസ്പർശിയായി എങ്ങനെ അടയാളപ്പെടുത്താനാണ്? സൂര്യനെല്ലിയിലെ പെൺകുട്ടിയുടെ കരുത്തായി മാറിയ നേതാവ്, നീതി തേടി പോരാടാൻ ഊർജമായി മാറിയൊരാൾ. VS എന്ന വിപ്ലവകാരി അങ്ങനെ നിസ്സഹായരുടെ കരുത്തായി. മാനേജ്മെന്റിന്റെ ചൂഷണങ്ങൾക്കും വിവേചനങ്ങൾക്കും ഇരയായിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകളുടെ സമര പോരാട്ടങ്ങൾക്ക് കാവലാളായി. ജന്മിത്തത്തിനെതിരെ നട്ടിൽ ഉയർത്തി നിന്ന് പോരാടിയ തൊഴിലാളികളുടെ പ്രിയ സഖാവ് വിടവാങ്ങുമ്പോൾ ജനകീയ സമരചരിത്രത്തിന്റെ ഒരു യുഗം കൂടിയാണ് അവസാനിക്കുന്നത്. പുന്നപ്രയിലെ സമര പോരാളിയും ജനനായകനുമായ VS ജനമനസ്സുകളിൽ കനലായി തുടരും. ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.